ഇത് വേലിച്ചീര കൂമ്പ് നുള്ളി എടുക്കുകയല്ലേ, എന്നിട്ട് തോരൻ വയ്ക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള അങ്ങനെ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ. 2 പച്ചമുളകും കുറച്ച് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ഉള്ളി പിന്നെ 2 മുട്ട. എന്നാൽ ആദ്യം തന്നെ ചീര ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഉള്ളി അരിഞ്ഞത് പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചീനിച്ചട്ടിലേക്ക് ഒഴിച്ചു. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തോരൻ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ഈ ചീരത്തോരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേലിച്ചീരയ്ക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പോൾ ഒരു ടീച്ചറിന് സംശയം, ഞാൻ അതിലേ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ദേ ഇനി ഇത്തിരി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതെ, ഇനി ബാക്കി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയില്ല അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്ന് വെള്ളയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മുട്ടയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി. ഇനി ഇട്ട് കൊടുക്കുന്ന ലാസ്റ്റ് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലയാണ്. കണ്ടോ, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഭയങ്കര ടേസ്റ്റും ഗുണവും ഉള്ളതാണ്. അങ്ങനെ തോരൻ റെഡിയാക്കി. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയത്. പക്ഷേ അന്ന് ടീച്ചർ ലീവായിരുന്നേ. എങ്കിലും ഇതൊരു പാത്രത്തിലിട്ടിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇതെന്താണെന്ന് അറിയാമോയെന്നു. അയ്യോ, ഇത് ഞാനില്ലാത്തപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണോ കൊണ്ടുവന്നേക്കണമെന്ന്. എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.